ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡിൻ്റെയും ആന്തൂര്യത്തിൻ്റെയും കെയറിനെ കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ കോംബോ ഓഫേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജിജി മാഡമാണ്. ഇന്നത്തെ വീഡിയോ ഒരു ഓർക്കിഡ് കോംബോ ഓഫറാണ്. ഓർക്കിഡിൻ്റെ ഒരു 15 വെറൈറ്റി നമുക്കുണ്ട്. ഈ 15 വെറൈറ്റിയും ഒരു 3 കോംബോയായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്കിപ്പം തരാൻ പോകുന്നത് റെഡ് ഡ്രാഗൺ, പിന്നെ തൊങ്ചായി ഗോൾഡ്, മാംഗോസ്റ്റിൻ, ടാൻഡിയ പിങ്ക്, ക്യാൻഡി സ്ട്രിപ്പ്, പോപ്പൈ, സീസർ റെഡ്, മിസ് സിംഗപ്പൂർ, ബോൺചായി ഗോൾഡ്, ബുറാന പിങ്ക്, അങ്ങനെ ഈ ഒരു 15 വെറൈറ്റി ഈ കോംബോയിൽ ഉൾപ്പെടും. ഇതെല്ലാം അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ 5 മാസം ആകുമ്പോഴത്തേക്കും ഇത് ഫ്ലവർ ഇടും. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഗോമൂത്രം 1 കപ്പ് വെള്ളത്തിൽ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് ഇതിൻ്റെ ചുവട്ടിലും ഇലയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ലതായിട്ട് തഴച്ച് വളരും. പിന്നെ അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് പച്ച ചാണകം, ശീമക്കൊന്നയുടെ ഇല മിക്സിയിൽ അരയ്ക്കണം. എല്ലായിടത്തുനിന്നും ശീമക്കൊന്ന കാണത്തില്ല, അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു ഉണ്ട ശർക്കര, ഇത് ഇത്രയും കൂടി 1 ബക്കറ്റ് വെള്ളത്തിലിട്ട് അടച്ചു വെക്കണം. ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ചു വെക്കുക. എന്നിട്ട് 5-ാമത്തെ ദിവസം ഇതിൻ്റെ തെളിയെടുത്ത് അരിച്ചിട്ട് 10 ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ല ഒരു റിസൾട്ടായിരിക്കും ഇത് നമുക്ക് കിട്ടുന്നത്. നല്ലതായിട്ട് ഈ തൈകളൊക്കെ നല്ലതായിട്ട് തഴച്ച് വളരുകയും പിന്നെ നല്ലതായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും. നമുക്ക് ഈ NPK വളങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഈ ജൈവവളം. ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതിന് ഇടയ്ക്കൊക്കെ നമ്മൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫംഗിസൈഡ് സ്പ്രേ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗൽ വന്ന് ഇതിൻ്റെ ഇലയൊക്കെ പഴുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഫംഗലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് അഴുകിപ്പോവും. അന്നേരം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് സാഫോ സുഡോമോണസോ എന്തുമായാലും മതി. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ വെയിലത്ത് വെക്കല്ലേ. എപ്പോഴും ഇത് ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ വെയിൽ കൊള്ളാതുള്ള ഏതെങ്കിലും ഭാഗത്ത് മാത്രമേ ഇത് വെക്കാവൂ. പിന്നെ ഇതിൻ്റെ പോട്ട് മിക്സ്, കരി, ഓടിൻ്റെ പീസ്, ഇതൊക്കെ വെച്ച് പോട്ട് ചെയ്താൽ മതി. അന്നേരം നമുക്ക് ഈ സീഡ്ലിങ്സിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഒരു പോട്ടും കാണും. ഒരു ചെറിയ പോട്ടിനകത്താണ് ഈ സീഡ്ലിങ്സ് വെച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ ആ പോട്ട് ഇളക്കി മാറ്റിയിട്ട് വേണം ഈ ഓടിൻ്റെ പീസിലും കരിയുടെ ഈ മിക്സിലുമൊക്കെ ഇത് നട്ടുവെക്കാനായിട്ട്. ചിലർക്കിത് അറിയത്തില്ല, ചിലർ ഈ പോട്ടോട് കൂടി വെക്കും. പക്ഷേ ഈ പോട്ട് മാറ്റിയിട്ട് വേണം ഇത് വെക്കാനായിട്ട്. അതുപോലെ ഓർക്കിഡ് വളർത്തുന്നവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഒച്ചിൻ്റെ ശല്യം. 5 പൈസ ചിലവില്ലാതെ ഒച്ചിനെ തുരത്തുന്ന ഒരു വിദ്യ ഞാൻ പറയാം. എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു സാധനമാണ് മത്തങ്ങ. അന്നേരം അതിലൊരു പീസ് എടുത്തിട്ട് ഓർക്കിഡിൻ്റെ ചട്ടിയിൽ വെച്ച് കൊടുക്കുക. അത് രാത്രി സമയങ്ങളിൽ വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം വന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒച്ചെല്ലാം വന്ന് ഈ മത്തങ്ങയുടെ ഉള്ളിൽ വന്നിരിക്കും. പിന്നെ അതിനെ ഉപ്പുവെള്ളം ഒഴിച്ച് അതിനെ നശിപ്പിച്ച് കളയാം. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അന്നേരം ഒച്ചിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ കോംബോയ്ക്ക് വരുന്ന പ്രൈസ് 5 എണ്ണത്തിന് 600, 10 കളറിന് 1000, 15 കളറിന് 1500. അതുപോലെ തന്നെ നമുക്ക് ആന്തൂര്യത്തിൻ്റെയും കുറച്ച് വെറൈറ്റി സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് വെയിലൊട്ടും വേണ്ടാത്ത ചെടിയാണ് ആന്തൂര്യം. ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഷെയ്ഡിൻ്റെ സൈഡിൽ മാത്രമേ ഇത് വയ്ക്കാവൂ. പിന്നെ നമുക്ക് വീടിനുള്ളിലും ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എടുക്കുമ്പോൾ
പ്രത്യേകം ശ്രദ്ധിക്കണം. കൊക്കോപീറ്റ്, മണൽ, കരിക്കട്ട, പിന്നെ സുഡോമോണസോ അല്ലെങ്കിൽ സാഫോ, ഇതിലേതെങ്കിലും ഒന്നെടുക്കുക. ഇത്രയും കൂടി മിക്സ് ചെയ്ത് വേണം ഇത് നടാനായിട്ട്. അതുപോലെ ഇത് നിറയെ പൂവിടാനായിട്ട് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആന്തൂറിയവും ഒരു കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത്. ആന്തൂറിയത്തിൻ്റെ ഒരു 10 കളർ വെറൈറ്റീസ് നമുക്കിപ്പം ഉണ്ട്. അത് ഒരു 5 കളറിൻ്റെ കോംബോയ്ക്ക് 890 രൂപയും 10 കളറിന് 1800 രൂപയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഫോട്ടോസൊക്കെ ഇട്ട് തരാം. അന്നേരം അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ജിജി മാമിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.